ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൊച്ചടുക്കളയിലാണ്. നമ്മുടെ ഓണം സീരീസ് 2025 പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മൾ രണ്ട് അടിപൊളി വിഭവങ്ങൾക്ക് നമ്മുടെ തനി നാടൻ ട്രിവാൻഡ്രം സ്റ്റൈൽ രണ്ട് ഐറ്റം കാണും. ഓണസദ്യയുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് പരിപ്പാണ്, ഒഴിച്ച് കഴിക്കുന്ന പരിപ്പ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ചെറുപരിപ്പ് വെച്ചിട്ട്, അതായത് ചെറുപരിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തോടില്ലാണ്ട് കിട്ടുമല്ലോ, സ്പ്ലിറ്റ് മൂങ് ദാൽ, അത് വെച്ചാണ് എളുപ്പം. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ ചെറുപയർ അന്ന് തിരികല്ലെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് കൂടി ഒന്ന് വറുത്തിട്ട് തിരികല്ലിലൂടെ ഇങ്ങനെ ഇടുമ്പോൾ അതിങ്ങനെ പിളർന്ന് വരും. എന്നിട്ട് പാറ്റി എടുത്തിട്ട് അതിൻ്റെ ആ ഉമിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ആ തോടൊക്കെ കളയും ആ സമയത്ത്. എന്നിട്ട് കിട്ടുന്ന ആ പരിപ്പ് വെച്ചിട്ടാണ് പരിപ്പുണ്ടാക്കുക. അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ തനി നാടൻ സ്റ്റൈലിലാണ് ചെയ്യുന്നത്, ട്രിവാൻഡ്രം സ്റ്റൈലിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് പയറെടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുപയർ വറുത്തിട്ട്. നമുക്ക് തിരികല്ലില്ല, അതുകൊണ്ട് അമ്മിക്കല്ലിൽ വെച്ചൊന്ന് റോൾ ചെയ്യുമ്പോൾ അതൊന്ന് പിളർന്ന് വരും. എന്നിട്ടൊന്ന് പാറ്റി എടുത്തിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വൺ തിങ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ സീരീസിൽ കാണിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു ശൈലി. രണ്ടും തിരുവനന്തപുരം സ്റ്റൈലാണ്, പക്ഷേ ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ രണ്ട് ഏരിയ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. സിറ്റിയും കുറച്ചുകൂടി നാട്ടിൻ പ്രദേശവും കുറച്ചുകൂടെ ഉള്ളിലേക്ക്. ഓക്കെ, ഇത് ഭയങ്കര നാടനായിരിക്കും സ്വാദ്. ഓക്കെ, നല്ലതാ. തുടങ്ങിയാലോ. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഡ്രസ്സിൻ്റെ കാര്യം പറയണമല്ലോ അല്ലേ. ഇത് നമ്മളുടെ കേരള ഹാൻഡ്ലൂംസ് ബാലരാമപുരം. ഇത് ഈ പ്രാവശ്യം എടുത്തല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്താണ്. പക്ഷേ ഉടുക്കാണ്ട് വെച്ചിരിക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉടുക്കാം. അതിന് ബ്ലൗസും ഓൾറെഡി തയ്ച്ച് വെച്ചിരുന്നു. ഇത് പക്ഷേ എൽബോ അല്ല, ഷോർട്ട് സ്ലീവാണ്. പിന്നെന്താ, ആഭരണം ആസ് യൂഷ്വൽ. അനുക്കുട്ടിയുടെ ആഭരണം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ഓൺലൈൻ സ്റ്റോറാണ്. കൂടാണ്ട് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് അനുവിൻ്റെ ബുട്ടീക്കിൽ വന്നാലും വാങ്ങാം. ഇത് സ്റ്റോറിൻ്റെ വെബ്സൈറ്റ്, അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാൽ നിങ്ങൾക്ക് എല്ലാ ഓർണമെൻറ്റ്സും കാണാം. അതായത് www.aabharanam.in അതാണ് അഡ്രസ്സ്. ഇതൊരു കെമ്പിൻ്റെ ആണ്. ദാറ്റ് ഈസ് എന്താ പറയുക, ഇങ്ങനെ അടിയിൽ മാതിരി പച്ച കമ്മൽ. എൻ്റെ അമ്മ തന്ന കമ്മലാണ്, ഡബിൾ ജിമിക്കി. അപ്പോൾ അടുപ്പ് കത്തിക്കട്ടെ. ഒരു കപ്പ് ചെറുപരിപ്പ് ഇതിന് ചൂടായിട്ട് നല്ലതായിട്ട് വറുത്തെടുക്കാം. ഒരല്പം കൂടി മൂത്തോട്ടെ, എന്നിട്ട് നമുക്കത് പിളർന്നെടുക്കാം. അപ്പോൾ ഇതൊരു നല്ല മണം വരും, മൂത്ത മണം. ആ മണം വന്നു തുടങ്ങി. കളറും ചെറുതായി മാറിയിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. കളർ കുറച്ചുകൂടി ഒരു ഡാർക്കറായി വരും, കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ട്. പക്ഷേ ഒരുപാട് കരിക്കുകയൊന്നും ചെയ്യരുത്, മൂക്കണം. പക്ഷേ ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു മണം വരും, മൂത്ത മണം. ഓക്കെ, ഇത് നല്ല മൂത്ത മണം. ഓഫ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് തണുത്തിട്ട് അമ്മിക്കല്ലിൽ വെച്ച് പിളർന്നെടുക്കാം. പയറൊക്കെ തണുത്തു വറുത്തത്. ഇനി ഒന്ന് പിളർന്നെടുക്കാം. റോൾ ചെയ്യുമ്പോൾ തന്നെ അത് രണ്ടായിട്ട് പിളർന്ന് വരുന്നുണ്ട്, കണ്ടോ. കുറേശ്ശായിട്ട് ചെയ്താൽ മതി. നന്നായിട്ട് പിളർന്ന് വന്നു. ഇനി നമ്മളൊന്ന് പാറ്റി എടുത്താൽ മാത്രം മതി, അതിൻ്റെ ആ സ്കിന്നൊക്കെ പോകുന്ന രീതിയിൽ. ഇത് മാറ്റിയിട്ട് ഇനി സെക്കൻഡ് ലോട്ട് എടുക്കാം. ഇത് നോക്കിയത് രണ്ട് പ്രാവശ്യമായിട്ട് ഇതും കൂടി പൊടിക്കുകയല്ല, പിളർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാകത്തിന് മൂത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്, ഇങ്ങനെ തന്നെ വരും. വലിയ ബലമൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വിട്ടാൽ മതി. നല്ല രസമാണ് ഇത് ചെയ്യാൻ, എനിക്കിഷ്ടമാണ്. മുറത്തിൽ വെച്ചിട്ട് ഒന്ന് പാറ്റി എടുക്കും. ഒരു സൈഡിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. ഇതിൻ്റെ തൊലി മാത്രമായിട്ട് എൻ്റെ സ്കിന്നിങ്ങനെ വരും. കണ്ടോ, അത് അതിൻ്റെ ആ സ്കിന്ന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ. ഞാൻ ഒന്നും ചെയ്തതല്ല, അത് സ്വന്തമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. പിന്നെ നല്ലതായിട്ട് വരും. അത് മാത്രം അങ്ങ് മാറ്റിയാൽ മതി. ഈ ഷേപ്പിലെ പുറത്തിന് ഞാനത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. നമ്മൾ സാധാരണ പുറമാണെങ്കിൽ കറക്റ്റ്. ഇപ്പോൾ എനിക്ക് ഈ സൈഡാണ് എന്തായാലും ഞാൻ ആക്കുന്നതിനനുസരിച്ച് ഇത് വരുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇത്രയും അതിൻ്റെ തോട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും പാറ്റി നമ്മൾ മാറ്റിയതാണ്. ഓക്കെ, അതിൻ്റെ സ്കിന്നാണ്. ഇനി ബാക്കി ഒന്നുമില്ല, അതിൻ്റെ സ്കിന്നൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകുമ്പോൾ വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ വറുത്ത് പിളർന്ന് പാറ്റി കഴുകി വേവിച്ചെടുക്കുന്ന പരിപ്പിൻ്റെ സ്വാദ് വേറെയാണ്, വേറെ ലെവലാണ്. വെരി നാടൻ തന്നെയാണ്. ഓക്കെ, കഴുകിയെടുത്തു. ഇനി കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ആദ്യം തിളപ്പിക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിലും വെള്ളം ഒന്ന് തിളപ്പിക്കാം. ഒരു 4 കപ്പ് വെള്ളം. ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. അടുപ്പ് കത്തിച്ച് കൊടുക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ട് തിള വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. നല്ല തിളച്ചു. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി പരിപ്പ്, ചെറുപയർ, ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വേവിക്കാം. ഒരു 2 വലിയ തീയിൽ ഒരു വിസിൽ, പിന്നെ ഒരു ചെറിയ തീയിൽ ഒരു 2 വിസിലും കൂടി. അപ്പോൾ കറക്റ്റായിട്ട്. തേങ്ങ 1 കപ്പ് എടുക്കാം, നിറച്ചെടുക്കാം. ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ നല്ല ജീരകം 1 ടീസ്പൂൺ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ, മഷി പോലെ അരച്ചിട്ട് വരാം. ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് അരയ്ക്കാം. വേകുമ്പോഴേക്കും നമുക്ക് അരപ്പം സെറ്റ് ചെയ്ത് വയ്ക്കാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല 2 പച്ചമുളക് മോർ ദാൻ എനഫ്. കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഫസ്റ്റ് തീ അല്പം കുറയ്ക്കുന്നു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും കൂടെ. ഓക്കെ, രണ്ടാമത്തെ വിസിലുമായി. ഇനി നോക്കിക്കോളൂ, ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് അരയ്ക്കാം. അരച്ച് ഏകദേശം തീരാറാകുമ്പോൾ കറിവേപ്പിലെല്ലാം ഇതിനകത്ത് മിക്സായി കഴിഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ സ്വാദാണ്. മഷി പോലെ അരച്ചു. അപ്പോൾ ഇതിൽ പച്ചമുളകുണ്ട്, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി. തീ ഓഫ് ചെയ്യാം. പരിപ്പ് നോക്കട്ടെ. കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ട് ഞാൻ തുറന്നു. ഇത് നോക്കി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടയ്ക്കാം ചൂടോടുകൂടി. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി കുറച്ചൊന്ന് കുറുകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ലൂസാക്കാം. ഉപ്പ് ചേർത്തിരുന്നു, പക്ഷേ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ചില ആൾക്കാർ തിളയ്ക്കാൻ സമ്മതിക്കില്ല, പതഞ്ഞാൽ മതി എന്ന് പറയും. ഈ ഒരു മെത്തേഡിലാണെങ്കിൽ ഒരു ചെറിയ തിള വരുന്നത് നല്ലതാണ്. പിന്നെ കറിവേപ്പില ഇടണം, ഫ്രഷ് പച്ചക്കറിവേപ്പില ഫ്രഷ്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ, നല്ലൊരു തിള വന്നോട്ടെ. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റും. നന്നായി തിള വന്നു തുടങ്ങി. നല്ല ചൂടാണ്. തിള പൊട്ടുന്നുണ്ടോ? ഓക്കെ, യെസ്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ആകാം. തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്താ മണം, ഒരു രക്ഷയില്ല. ഓക്കെ, സൂപ്പർബല്ലേ. ഇങ്ങനെ പരിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പറഞ്ഞറിയിക്കാൻ മേത്ത സ്വാദാണ്. ഇത് ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യലാണ്. തനി നാടൻ ശൈലിയിലുള്ള പരിപ്പ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എന്താ മണമെന്നറിയോ? രക്ഷയില്ല. ഇങ്ങനെ പരിപ്പ് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എക്സലൻ്റ് ആണ്. നമ്മൾ ചെറുപരിപ്പിൽ ചെയ്യുന്നതിനെക്കാട്ടിലും 2 ഇരട്ടി ടേസ്റ്റാണ്. കാഴ്ചയിലും ഒക്കെ മറ്റേ കുറച്ച് മഞ്ഞായിട്ടാണ് ഇരിക്കുന്നത്. ഇതങ്ങനെയല്ല, ഒരു യെല്ലോ ആണെങ്കിലും ആ പരിപ്പിൻ്റെയൊക്കെ ഒരു നിറവൊക്കെ ചേർന്ന് വരും. ഭയങ്കര രസമാണ്. ഒരു പ്രത്യേക ഗ്രീൻ കളറാണ് വരുന്നത്. ആ ചെറുപരിപ്പിൻ്റെ ഒരു ഗ്രീൻ ഉണ്ടല്ലോ, അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ. ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോയാൽ ആ ഭാഗത്തൊക്കെ തൊട്ട് വയ്ക്കുന്ന രീതിയാണല്ലോ. ഒരു സൈഡിൽ തൊട്ട് കറി പോലെ പരിപ്പ് ഒരു സൈഡിൽ ഇങ്ങനെ വയ്ക്കും. കട്ടിപ്പരിപ്പാണ് എറണാകുളം. പക്ഷേ ട്രിവാൻഡ്രംകാർക്ക് ഒഴിച്ച് കഴിക്കുന്ന രീതിയാണ്. അത് തന്നെ ഇതാണ് പണ്ട് കാലത്തെ എല്ലാവരും നാടൻ വീടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പരിപ്പ്. ബ്യൂട്ടിഫുൾ കളറാണ്. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ എന്ത് മണമായിരുന്നു. ഓ മൈ ഗോഡ്. വേ ഓഫ് മേക്കിംഗ് പരിപ്പാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് ഒരു 5-6 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ടാകും. ഒരു 10 പേർക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഇത്രയൊക്കെ ചെയ്താൽ മതി കേട്ടോ. കാര്യം ഒരു തവിയല്ലേ. സദ്യക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, ഒരു കോഴ്സ് ഓഫ് ലഞ്ചാണ്. ആദ്യം ഒരു കറി, പിന്നെ ഒരു കറി. അപ്പോൾ പരിപ്പൊഴിച്ച് കുറച്ച് കഴിക്കും, സാമ്പാർ ഒഴിച്ച് കഴിക്കും, പിന്നെ പുളിശ്ശേരിയോ കാളനോ എന്തെങ്കിലും ഒഴിച്ച് കഴിക്കും. അങ്ങനെ ഓരോരോ സ്റ്റേജസാണ്. അപ്പോൾ എല്ലാത്തിനും ഇച്ചിരി മതി. ഒരു 10 പേർക്ക് സുഖമായിട്ട് മതിയാവും. 10-12 പേർക്ക് കൊടുക്കാം. 1 കപ്പ് ചെറുപയർ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ പരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. പരിപ്പ് കറി ഏറ്റവും പ്രധാനമാണല്ലോ സദ്യയുടെ. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയട്ടെ, ഓലൻ. ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഓലൻ. ഒരു സട്ടിൽ ടേസ്റ്റാണല്ലോ, വളരെ സിമ്പിൾ, അങ്ങനെ ഭയങ്കര മസാലകളും ബഹളമൊന്നും ഇല്ലാണ്ട് കഴിക്കുന്നൊരു കാര്യമാണ് ഓലൻ. ഓലൻ തന്നെ വ്യത്യസ്തമായ പലതരം. അപ്പോൾ നമ്മുടെ ഇന്ന് ഈ ഒരു സദ്യയിൽ, അതായത് 2025 ഓണസദ്യയിൽ തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നടക്കുന്ന നാടൻ വിഭവങ്ങളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓലനും വളരെ വ്യത്യസ്തം. അപ്പോൾ അതിൻ്റെ പച്ചക്കറികൾ എന്തൊക്കെയാണ്, അതിൻ്റെ കട്ടിങ്ങെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഓലൻ വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പ്രത്യേകത നോക്കി, പച്ച ഏത്തക്ക ഇടുന്നുണ്ട്, മത്തൻ, കുമ്പളങ്ങ അഥവാ തടിയങ്ക, പിന്നെ തൊണ്ടൻ, പിന്നെ വഴുതനങ്ങ, ക്യാരറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് മത്തൻ, എല്ലാം കുറച്ച് കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. മത്തൻ ഇതിൽ നിന്നും കുറച്ചെടുക്കാം, തടിയങ്ക, പിന്നെ ഏത്തൻ എന്തായാലും കുറച്ചെടുക്കാം, ക്യാരറ്റിൽ നിന്നും കുറച്ച് എല്ലാം അരിഞ്ഞ് വയ്ക്കാം. നല്ല ഫ്രഷ്, നല്ല കുമ്പളങ്ങ ഈസ് ഗുഡ്. എല്ലാ പീസസും ഇങ്ങനെ സ്കിന്ന് കളഞ്ഞിട്ട് കട്ടിങ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിങ്ങനെ. അപ്പോൾ ഓലൻ പലരും പല രീതിയിലുണ്ടാക്കുന്നത്. ചില സ്ഥലത്ത് ഇത് മാത്രം, ഓലന് പച്ചമുളകും എന്താ പറയുക പെരുമ്പയറും ഈ കുമ്പളങ്ങ അഥവാ തടിയങ്ക മാത്രമായിട്ട് ചെയ്യും. ചില സ്ഥലത്ത് വൻപയർ പോലും ചേർക്കില്ല. അതങ്ങനെ ഒരു മെത്തേഡാണ്. ഈ ഒരു നാടൻ രീതി പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഭയങ്കര വ്യത്യാസമായിരിക്കും, ടേസ്റ്റുമാണ്. കുമ്പളങ്ങ മത്തനൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സമം പോലെ വരും. പച്ച ഏത്തൻ ഇതും കുറച്ചിടുന്നുണ്ട്. തൊലിയെല്ലാം മാറ്റി ഇതൊക്കെ വട്ടമായിട്ടാണ് അരിയുന്നത്. പച്ച ഏത്തൊക്കെ ഇട്ട ഓലൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട്. ദിസ് ഈസ് ഡിഫറെൻറ്റ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഓലൻ, നമ്മുടെ ഈ ഒരു ഓലൻ വളരെ വ്യത്യസ്തമാണ്. പക്ഷെ വട്ടം അങ്ങനെയൊക്കെയുള്ള പീസസ് ആയിട്ട് ഇട്ടാൽ മതി. ഒരു കുറച്ച് കട്ടി, ഒരുപാട് കട്ടിയല്ല, നോട്ട് ടു തിൻ. അങ്ങനെ അതെല്ലാം കൂടി കിടന്ന് വേകുമ്പോൾ ശരിയാകും. മത്തൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ഭാഗം മാറ്റിയിട്ട് ഇങ്ങനെ ചരിച്ച് വെട്ടാം. ഒരുപാട് കട്ടി ഉറയ്ക്കണ്ട. ഇത് പെട്ടെന്ന് വേകുന്ന കാര്യമാണ് മത്തൻ, അത് കാരണം ഒരുപാട് കട്ടി ഉറയ്ക്കണ്ട. കുറച്ചൊക്കെ വെന്ത് കുറച്ചൊക്കെ ഉടഞ്ഞ് അങ്ങനെയൊക്കെ വരണം. മത്തൻ റെഡി, പച്ച ഏത്തക്ക റെഡി. ഇനി ഇത് കുമ്പളങ്ങ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. മത്തനൊക്കെ കട്ട് ചെയ്ത പോലെ. ഒരുപാട് ഘനം കുറച്ചുമല്ല, ഒരുപാട് ഘനം കൂട്ടിയില്ല. ഏതാണ്ടൊരു മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഏതാണ്ട് സമം ഓൾമോസ്റ്റ് ഈക്വൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കപ്പ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ തൂക്കം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കാൽ കിലോ. ഇനി കുറച്ച് വഴുതനങ്ങ, ഒരെണ്ണം ഫുള്ള് വേണ്ട, അതിൻ്റെ ഒരു പകുതി എടുക്കാം. ഇതും റൗണ്ട് പീസസാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് സെമി ആയിട്ടിങ്ങനെ മുറിക്കാം. അതും വെള്ളത്തിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ വെള്ളത്തിലൊന്നും ഇട്ടില്ലെങ്കിലേ കറുക്കും. ചില വെജിറ്റബിൾസ് അങ്ങനെ. ഇതൊക്കെ പെട്ടെന്ന് വേകുന്നതാണ്, അത് കാരണം ഉടഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് ഒരു ഹാഫ്, അല്ലെങ്കിൽ ഒരു വട്ടം സൈസ് അനുസരിച്ചിട്ട്. ഇത്രയും വീതി ഇല്ലാത്തതാണെങ്കിൽ എന്താ പറയുക, വട്ടത്തിന് അരിഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടുള്ളൂ. കുറച്ച് ക്യാരറ്റ്സ്, അത് ഫുള്ള് വേണ്ട, നമുക്ക് കുറച്ചെടുക്കാം. ക്യാരറ്റൊക്കെ പിന്നീട് വന്ന പരിഷ്കാരങ്ങളാണ്. തനിനാടൻ എന്ന് പറയുമ്പോൾ പഴയ കാലത്തൊന്നും ക്യാരറ്റൊന്നും ഇടുന്ന സിസ്റ്റം ഇല്ല, പക്ഷെ ഇപ്പം അതും വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഈ കല്യാണത്തിന് കേറ്ററിംഗ് എന്ന് പറയുന്നത്, കല്യാണ വർക്ക് എന്ന് പറയുമ്പോഴും പല സ്ഥലത്തും പല രീതി. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് കേറ്റർ ചെയ്യുന്ന ആൾക്കാർ, ദഹനക്കാർ, പലരും പല രീതിയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ സീരീസിൽ ഞാൻ കാണിച്ചത് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ കേറ്ററിങ്ങിൽ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ
ആ ഭാഗത്തെ അപ്പോൾ ട്രിവാൻഡ്രം സിറ്റി അല്ല, സിറ്റി വിട്ടിട്ടുള്ള കുറച്ച് ഭാഗത്തേക്കൊക്കെ ചെയ്യുന്ന രീതിയാണ്. അതൊരു നാടൻ ശൈലിയിലാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ആ ഭാഗത്തുള്ളവർക്കെല്ലാം ഇഷ്ടം. ഇത് ഭയങ്കര ഞാൻ ചെയ്യുന്നത് കുറച്ചൊരു ബ്രാഹ്മിൻ ഇൻഫ്ലുവൻസ്ഡ് ആ ഒരു ചെറിയൊരു സ്റ്റൈലിൽ കുറച്ചൊരു മാറ്റമുണ്ട്. ഇത് ഇത് വലിയ വീതിയുള്ള ക്യാരറ്റായിരുന്നു, അത് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. വട്ടത്തിന് ചെറുതാണെങ്കിൽ വട്ടം, അല്ലെങ്കിൽ ഇത് ഹാഫ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരംകാരുടെ തൊണ്ടൻ മുളക്, അതും ഒരു 2 എണ്ണം സ്പെഷ്യൽ, നമ്മുടെ സ്വന്തം 2 വട്ടത്തിന് ഇട്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി തുടങ്ങാം. അപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ചു. ഇനി 2 കാര്യം കൂടിയുണ്ട്. ഒന്ന് പെരുമ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഏകദേശം നന്നായിട്ട് വെന്തു, ഓൾമോസ്റ്റ് 3/4 വേഗിലാണ് വേവിക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇടണം. ഇതിപ്പോൾ വെന്തതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാലും മതി, കുറച്ച് അവസാനമാകുമ്പോൾ. ഇനി നോക്കിയാൽ ഒരു ചേമ്പ് കൂടി ഇടണം, അപ്പോൾ കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും. ഈ ഓലൻ വട്ടത്തിനരിയാം ചേമ്പ്. അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. വട്ടത്തിന് ഇതെല്ലാം വട്ടം ചേമ്പിൻ്റെ കഷ്ണം. നമ്മുടെ ഓലൻ മേക്കിംഗ് എല്ലാ കാര്യങ്ങളും റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്യാം. തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു പാത്രം, ചൂടുകെട്ടുള്ള പാത്രത്തിൽ 1 by 1 ചേർക്കാം. അതിൻ്റെ ഒരു വേഗിൻ്റെ ഓർഡർ അനുസരിച്ച് ചേർക്കാം. പച്ച ഏത്തയ്ക്ക, അതുപോലെ മത്തൻ, കുമ്പളങ്ങ എല്ലാം ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ പീസസ്, വഴുതനങ്ങ പീസസ്, എല്ലാ കാര്യങ്ങളും ഇട്ട്. പയർ നമുക്ക് ഏറ്റവും അവസാന ഭാഗത്തുമ്പോൾ ചെയ്യാം. ഇതൊക്കെ ഏകദേശം വേഗട്ടെ, എന്നിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇത് നമ്മുടെ തൊണ്ടൻ മുളക് ഇടണം, ക്യാരറ്റും ഇടണം. ക്യാരറ്റിനകത്തേക്ക് ഇട്ട് തൊണ്ടൻ മുളകും കഴിഞ്ഞു. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. 2ാം പാല് 1ാം പാല് അങ്ങനെ ഒരു കണക്കില്ല. ഏകദേശം ഭയങ്കര ടൈറ്റ് പാല് വേണമെന്നില്ല. ഒരു 2ാം പാലിൻ്റെ ആയി വന്ന് പറയാം. കുറച്ച് വയ്ക്കാം, കുറച്ച് അത്യാവശ്യം തിക്കാണ്. അത് ഈ കുമ്പളങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഒഴിക്കേണ്ട, ഒരു 1/2 കപ്പ് ഒഴിക്കാം. ഇതെല്ലാം വേഗണമല്ലോ എന്തായാലും. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. അപ്പോൾ ഇത് കുമ്പളങ്ങയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നോക്കാം. പാത്രം അടയ്ക്കട്ടെ. അപ്പോൾ ഇതൊക്കെ യുട്ടൻസിൽ എന്ന് പറയുന്ന പാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പോത്തീസ് സൂപ്പർ മാർക്കറ്റിലും രാമചന്ദ്രയിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അവൈലബിൾ. യെസ്, അടപ്പ് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടിയൊക്കെ വെള്ളം വേണമല്ലോ. അപ്പോൾ ഞാനിനി ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നു. അപ്പോൾ ടോട്ടൽ 1 കപ്പ് ഓഫ് തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. ഉപ്പ് ചേർത്തിരുന്നു, ഇനി ഉപ്പ് വേണമെങ്കിൽ അവസാനം ചേർക്കണം. വീണ്ടും അടച്ചിടാം. വീണ്ടും തുറന്ന് നോക്കുന്നു. ഇനി കുറച്ച് കറിവേപ്പില ഇടാം, പ്ലസ് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ, 1 പയർ. തീയെടുക്കുമെന്ന് കുറച്ച് കൊടുക്കാം. എല്ലാം പാകത്തിന് വേണ്ട. ഈ കിച്ചണിൽ നിൽക്കാൻ പറ്റാത്തത്ര മണമുണ്ട് കേട്ടോ. എന്തോ മണം അറിയാം, ഒരു വെളിച്ചെണ്ണയുടെ മണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, പക്ഷെ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്തിട്ടത് കാണിച്ചു തരാം. മൈ ഗോഡ്, എന്താ സൗണ്ട്! ഇത് കംപ്ലീറ്റ് എല്ലാം ആവശ്യത്തിന് വെന്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കുഴഞ്ഞു, ചില പീസസൊക്കെ കാണുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അതല്ലെങ്കിൽ ഒരല്പം തേങ്ങാപ്പാലും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഒരല്പം, ഒരുപാടൊന്നും വേണ്ട. ഇതാണ് അതിൻ്റെ ഒരു കളറ്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇടുന്നു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം മതി. ഇനി ഒരല്പം കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത്. ഇതിൽ എരിവിന് വേറൊന്നുമില്ല, നമ്മൾ തൊണ്ടമുളക് മാത്രമേ ചേർത്തു. അതിൽ എരിവുള്ള കാര്യമല്ല. തീ ഓഫ് ചെയ്തു. പച്ച വെളിച്ചെണ്ണ ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. നോക്കട്ടെ, ഉപ്പൊക്കെ നോക്കട്ടെ. വാവ്, അടിപൊളി.
കുരുമുളക് പൊടി കുറച്ചുകൂടി ആകാം. അപ്പോൾ ടോട്ടലൊരു 1 ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്തു, തരിതരിപ്പായി പൊടിച്ചത്. അപ്പോൾ ഇതും ഇങ്ങനെ ഇലയിലെടുത്ത് വെച്ചാൽ അവിടെ ഇരിക്കും. ഒരല്പം തേങ്ങാപ്പാലും കൂടി ഇരിക്കട്ടെ. ഇത് ഇരുന്നൊന്ന് കട്ടിയാണ്, ഒരു രക്ഷയില്ല. ഒരു 1.5 ഓലനാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. സാധാരണ ഒരു ബ്ലാൻഡ് ആയിട്ടുള്ളൊരു ഓലനാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് പക്ഷേ ഒരു മെയിൻ ഒരു കറിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഭയങ്കര ഓലൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെടും. ഇപ്രാവശ്യത്തെ ഓണത്തിന് മറക്കാതെ ഉണ്ടാക്കുക ഈ ഒരു സ്റ്റൈലിൽ നാടൻ, ട്രിവാൻഡ്രം നാടൻ സ്റ്റൈലിൽ ഓലൻ. അപ്പം ഇനി പാത്രത്തിലേക്ക് മാറ്റും. ഭയങ്കര വൈറ്റ് അല്ല കളറ്, നോക്കിക്കോളൂ, ഒരു ലൈറ്റ് ക്രീമിഷ് കളറാണ്. കാര്യം ഇതിൽ മത്തൻ നമ്മൾ കൂടുതൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ചേമ്പും ക്യാരറ്റും ഏത്തനും എല്ലാം കൂടി, ഏത്തൊക്കെ ഇട്ടിട്ടുള്ള പോലെ വളരെ അപൂർവമല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതങ്ങനെ ഒരു സംഭവമാണ്. അങ്ങനെ സ്വാദിഷ്ടമായ നാടൻ പരിപ്പ് കറിയും ഓലനും സെറ്റ്. നമ്മുടെ ഓണസദ്യ കേമമാവട്ടെ 2025 അടിപൊളിയാണ്. ഞാൻ ഗ്യാരണ്ടി ഗംഭീരമായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് തീർന്നിട്ടില്ല 2025. ഇത് മറ്റ് രണ്ട് വിഭവങ്ങൾ കാണിച്ച എപ്പിസോഡായിരുന്നു. ഇനി വീണ്ടും തുടരുന്നു. ബാക്കി വിശേഷങ്ങളും ബാക്കി എന്താ പറയുക, ഒരു ഓണസദ്യ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് എത്ര ഐറ്റംസ് ഉണ്ടെന്ന്. സാമ്പാറുണ്ട്, അവിയലുണ്ട്, അപ്പോൾ കാണാത്ത കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. പായസങ്ങൾ എത്ര എണ്ണം വേണമല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വയ്ക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്താ പറയുക, കമൻറ്റ് ബോക്സിലേക്ക് ഓടി വരിക. നിങ്ങളുടെ കമൻറ്റ്സാണ് എൻ്റെ പ്രചോദനം. ഓക്കെ, അപ്പോൾ മറക്കാതെ കാണുക ഇനിയുള്ള എപ്പിസോഡ്സും. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.